അതുപോലെ തന്നെ ഇന്ന് നടന്ന സ്കൂൾ ബസ്, കഴിഞ്ഞ ദിവസവും ഇന്ന് നടന്ന സ്കൂൾ ബസ്സിൽ ആ പിഞ്ചു കുഞ്ഞിന് മരണത്തിന് തെള്ളിയിട്ട ആ ഡ്രൈവർക്കെതിരെയും ആയക്കെതിരെയും, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഡ്രൈവർക്കെതിരെയും, അതുപോലെ തന്നെ ഇന്ന് ആത്മഹത്യ ചെയ്ത പാലക്കാട് ആത്മഹത്യ ചെയ്ത 80 വയസ്സുള്ള ആ വയോധിക, ആ പ്രായമുള്ള അമ്മ മരിക്കുവാനുള്ള കാരണത്തിനും ഇരയായ, കാരണത്തിനും പ്രേരിപ്പിച്ച ഏത് ബാങ്കിൽ ഉദ്യോഗസ്ഥനായാലും അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നൊരു വിനീത അഭ്യർത്ഥനയാണ് എൻ്റെത് മാത്രമല്ല. നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വളരെ വിഷമത്തിലായിരുന്നു. കാരണം ഒരു പിഞ്ചു കുട്ടിയുടെ മുകളിലൂടെ ഒരു സ്കൂൾ ബസ് മറിഞ്ഞ് കുഞ്ഞ് മരിക്കുവാനിട വന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെ ഇന്ന് കിടക്കുന്നു അടുത്ത സ്കൂൾ ബസ്. ഒരു പിഞ്ച് 4 ക്ലാസ്സിൽ പഠിക്കുന്ന പിഞ്ചു കുട്ടിയുടെ ദേഹത്തുകൂടി ബാക്ക് വീല് കയറി ഇറങ്ങി ആ കുഞ്ഞ് സ്വന്തം മാതാപിതാക്കളുടെ മുന്നിൽ സ്വന്തം വീട്ടുപടിക്കൽ വെച്ച് മരിക്കുവാനിട വന്നു. ഇതിൻ്റെ എല്ലാ അനാസ്ഥ നമുക്ക് വ്യക്തമായി കണ്ടതാണ്. സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരുടെയും ആ സ്കൂൾ ബസ്സിനകത്ത് കുഞ്ഞുങ്ങളെ നോക്കേണ്ടതിനും സംരക്ഷിക്കേണ്ടതിനും റോഡ് മുറിച്ച് കടക്കുവാൻ സഹായിക്കേണ്ടതിനും മാതാപിതാക്കളുടെ കൈകൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഓരോ സ്കൂളുകൾ നിയമിക്കപ്പെട്ട ആയമാരുടെ അനാസ്ഥ നിമിത്തമാണ് ഇന്നൊരു പിഞ്ചു ബാലികയുടെ ദേഹത്തു കൂടി വാഹനം കയറി ഇറങ്ങുവാനിട വന്നത്. അതുമാത്രമല്ല, ഇന്ന് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു വീട്ടിൽ ഒരു 80 വയസ്സുള്ള ഒരു മാതാവ് സ്വയം മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കത്തി സ്വയം ആത്മഹത്യ ചെയ്യുവാനിട വന്നു. അതിൻ്റെ മെയിൻ കാരണം നമുക്കറിയാവുന്ന ജപ്തിയുടെ ഭീഷണി നേരിട്ട് നിമിത്തമാണ് അവർ മരിക്കുവാനിട വന്നത്. ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ എന്താണ് ഈ ചെയ്യുന്നത്? ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ജനങ്ങൾ മുഴുവൻ, ഞാനും ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അതായത് ഹൈസ്കൂൾ മുതൽ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയും ജനങ്ങളുടെ കണ്ണുനീരൊപ്പുന്നതിന് വേണ്ടിയും ഒക്കെ അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്തു. 37 വർഷം പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എനിക്കും ഇന്ന് ലജ്ജ തോന്നുകയാണ്. ഇന്ന് കേരളത്തിൽ മനുഷ്യന് പുല്ലുവില കൽപ്പിക്കുന്നുകൊണ്ട് ഇന്ന് ആരാണ് കേരളം ഭരിക്കുന്നത്? ഗുണ്ടകളാണോ? തീവ്രവാദികളാണോ? അതോ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ? മനുഷ്യത്വമില്ലാതെ എൻ്റെയും നിങ്ങളുടെയും പണം എരന്ന് വാങ്ങിച്ച് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ആ പൈസ കൊണ്ട് നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ രാഷ്ട്രീയ രീതിയല്ല ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുക? വളരെ മോശകരമാണ്. ഞാൻ ഇത് വരുമ്പോൾ നെടുമങ്ങാട് പല ഏറുകൾ, നെടുമങ്ങാട് മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിൽ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും വഴിവിളക്ക് പോലും ഇല്ലാതെ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്ന ജനങ്ങളിന്ന് തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. കാരണം പുല്ലുകിളിച്ചും കാട് പിടിച്ചും അതിനകത്ത് ഇഴയന്തുക്കളും പന്നിയുടെയും പട്ടികളുടെയും കടിയും തൊഴിയും ചവിട്ടും കൊണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ വഴിവിളക്കുന്ന വെളിച്ചമില്ലാതെ രാത്രിയിൽ നടന്നു പോവുകയാണ്. പക്ഷേ സർക്കാർ ചെയ്യുന്ന കാര്യമോ, നമ്മുടെ പാളയത്ത് നിന്ന് യൂണിവേഴ്സിറ്റിയുടെ മുന്നിലൂടെ നമ്മൾ കയറി വരുമ്പോൾ നിയമസഭയിലോട്ട് വരുന്ന വഴിക്ക് റോഡിൻ്റെ, അതായത് ഒരു പാലത്തിൻ്റെ 2 സൈഡിലായിട്ട് പല രീതിയിലുള്ള വെളിച്ചം പകരുന്ന ലൈറ്റുകൾ, അതായത് ഏത് ലൈറ്റാണ്? LED ലൈറ്റ് സ്ഥാപിച്ചിരിക്കുകയാണ്. എത്ര ലക്ഷം അതിനുവേണ്ടി നശിപ്പിച്ചു? ഈ പണം എവിടെ നിന്നാണ്? നമുക്കറിയാവുന്നതാണ്. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം എടുത്ത് നമുക്ക് നന്മ ചെയ്യേണ്ടതിന് പകരം നമ്മുടെ ബുദ്ധിമുട്ട്, നമ്മുടെ പ്രയാസം, നമ്മുടെ പട്ടിണി മാറ്റുന്നതിന് പകരമായി അവരുടെ രീതിയിൽ ആഘോഷങ്ങൾ കൊണ്ടാടുകയാണ്. TV തുറന്നു കഴിഞ്ഞാൽ കാണുന്നത്, പത്രമെടുത്താൽ കാണുന്നത് എന്താണ്? അവിടെ കൊല ചെയ്തു, അവർ കൊല ചെയ്തു, ഇവർ കൊല ചെയ്തു. നിയമ നടപടിയെ പോലും മാറ്റിമറിക്കത്തക്ക രീതിയിലാണ് ഇന്ന് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. മനുഷ്യന് പുല്ലുവില കൽപ്പിക്കുകയാണ്. ഒരു ബിസിനസ്സുകാരനെ തകർക്കുവാൻ ഏതെല്ലാം രീതിയിൽ അതിന് വേണ്ട പിന്തുണ കൊടുക്കുന്നതിന് ബിസിനസ് നന്നാവുന്നതിന് വേണ്ടി പിന്തുണ കൊടുക്കുന്നതിന് പകരം ആ ബിസിനസ്സിനെ ഇല്ലാതാക്കുന്ന, അവർ കയറിൻ്റെ തുമ്പത്ത് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വളരെ മ്ലേച്ഛകരവും മനുഷ്യത്വവും ഇല്ലാത്ത, മനുഷ്യൻ്റെ ദുഃഖത്തിൽ പങ്കാളിയാവാത്ത നാടകീയമാകുന്ന രംഗങ്ങളാണ് ഇന്ന് കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളും ഉൾപ്പെടെ ഉള്ള ജനങ്ങൾ സർക്കാരിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് വീണ്ടും വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ അവരിന്ന് നമ്മുടെ കഴുത്തിന് കത്തിവെച്ച് കൊല്ലുന്ന അനുഭവമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്.
ഇന്ന് കേരളത്തിൽ പല കടകൾ അവർ സ്വരൂക്കൂട്ടി വെച്ച പണമെടുത്ത്, ലക്ഷങ്ങൾ പണമെടുത്ത് അവർ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നു. അത് പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, മുനിസിപ്പാലിറ്റിയിലായിക്കൊള്ളട്ടെ, അവിടെ ചെന്ന് ലൈസൻസ് എടുത്ത് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഹരിതകർമ്മ സേന വന്ന് മാസാമാസം 100ഉം 200ഉം വാങ്ങിച്ച്, വേസ്റ്റിന് വേണ്ടി 100 മാസാമാസം വാങ്ങിച്ച് അതെല്ലാം അടച്ചിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളെ തകർത്ത് കളയുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ഈ നിലപാട് വളരെ മോശകരമാണ്. അതിനെ പിൻപറ്റുന്ന ഈ ഭക്ഷ്യസുരക്ഷാ മേഖലയും വളരെ മ്ലേച്ഛകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം പല ആൾക്കാരെന്നെ വിളിക്കുന്നുണ്ട്. അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, അരുണെ ഞങ്ങൾ സർക്കാരിന് കരമടച്ചും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കരമടച്ചും ലൈസൻസ് എടുത്തും ഫുഡിൻ്റെ അതിൻ്റെ ഇതിൻ്റെ എന്ന് വേണ്ട എല്ലാത്തിനും കാര്യങ്ങൾക്കും ഹരിതകർമ്മ സേനയ്ക്ക് വേണ്ടി മാസാമാസം 100ഉം 200ഉം രൂപ കൊടുത്തും ഞങ്ങൾ കച്ചവടം ചെയ്യുകയാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ കടയിൽ കച്ചവടമില്ല. അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ പറയുന്നത്, ഹോട്ടലുകാർ ഒരർത്ഥത്ത് പറയുന്നു ഞങ്ങളിതെല്ലാം സർക്കാർ പറയുന്ന രീതിയിൽ ഭക്ഷണം ഇവിടെ ഞങ്ങൾ റെഡിയാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കടയുടെ തൊട്ടടുത്ത് തന്നെ വഴിയോരത്ത് അത് ഒന്നുകൂടി ശ്രദ്ധിക്കണം എൻ്റെ പ്രിയ പ്രേക്ഷകർ, വഴിയോരത്ത് വാഹനമോടുന്ന പുകയിൽ നിന്ന് വരുന്ന പുക, അതുപോലെ തന്നെ മണ്ണ്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഭക്ഷണം പാകം ചെയ്ത് വഴിയോരത്തിരുന്ന് ദോശയും മറ്റുള്ള തട്ടുകടകളും വഴിയോരത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. ഈ കടവാടക, കറണ്ട് ബില്ല്, തൊഴിലാളികളുടെ ശമ്പളം ഇതെല്ലാം വെച്ച് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ കട അടച്ചു പൂട്ടുന്നതിന് വേണ്ടി സർക്കാരാണോ അതോ അവിടുത്തെ പൊതുപ്രവർത്തകനാണോ അതോ അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെയാണോ അല്ലെങ്കിൽ പഞ്ചായത്തിലെയാണോ അല്ലെങ്കിൽ ഭക്ഷ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണോ ഇവർക്ക് വഴിയോരത്ത് യാതൊരു വൃത്തിയും വെടുപ്പുമില്ലാതെ മണ്ണിൽ മിക്സാക്കി, അതല്ലെങ്കിൽ അത് നമുക്കറിയാം മണ്ണിൽ എങ്ങനെ മിക്സാക്കുന്നു, വാഹനം ഓടുമ്പോൾ അതിൻ്റെ കുറേ പൊടി പറക്കുന്നു. ആ പൊടി ചെന്ന് ഈ വഴിയോരത്ത് യാതൊരു സേഫ്റ്റിയും ഇല്ലാത്ത ഭക്ഷണത്തിൽ ചെന്ന് പറ്റുകയും, അതുപോലെ തന്നെ ഈ വാഹനം ഓടുമ്പോൾ അതിൻ്റെ പുകയിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ ഈ തുറന്നു വെച്ചിരിക്കുന്ന ഈ ആഹാരത്തിൽ ചെന്ന് പതിക്കുകയാണ്. ഇതെല്ലാം വലിച്ചു വാരി തിന്നുന്ന, പൈസ കുറവിന് വേണ്ടി വലിച്ചു വാരി തിന്നുന്ന മലയാളികൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കൂടി വരികയാണ്. അവന് ക്യാൻസറും രോഗങ്ങളും ഇന്ന് പിടിപെടുകയാണ്. ആരാണ് ഇവർക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്നത്? സർക്കാരാണോ? അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണോ? എങ്കിൽ നിങ്ങൾക്ക് മനസാക്ഷിയില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സർക്കാരിന് വേണ്ടി ടാക്സ് അടച്ചും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പൈസ അടച്ച് വാടക കൊടുത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ടൊരു കട തുറന്നു വെച്ചിരിക്കുന്നവൻ്റെ കടയിൽ ആഹാരം കഴിക്കുവാൻ ആൾക്കാരില്ല. അങ്ങനെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നു. അവൻ കടക്കണ്ണിയിലേക്ക് താഴുന്നു. അവൻ ലോൺ എടുത്തിട്ട് പൈസ തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ആത്മഹത്യയുടെ പുറകിൽ പോകുന്നു. അത് മാത്രമോ, ഇപ്പം നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പലചരക്ക് കടയായാലും സാധാരണപ്പെട്ടവൻ കച്ചവടം തുടങ്ങുമ്പോൾ അത് സർക്കാരിൻ്റെ വേറെ പല തന്ത്രങ്ങളിലൂടെ, അതായത് കുടുംബശ്രീ മുഖേന, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംഘത്തിൻ്റെ രീതിയിൽ, അല്ലെങ്കിൽ വേറെ ഏതെല്ലാം രാഷ്ട്രീയ നീതിയുടെ സംഘടന, ചെറിയ ചെറിയ സംഘടന രീതിയിൽ ഓരോ വീടുകളിൽ സാധനം കൊണ്ടെത്തിക്കുകയാണ്. പിന്നെന്തിനാണ് ഇവർ സർക്കാരിന് കരമടച്ച് വാടക കൊടുത്ത് ജോലിക്കാരെ സ്റ്റാഫുകളെ വെച്ച് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിക്ക് ലൈസൻസിനും പണമടച്ച് അവർ ഈ കച്ചവടം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ പണം വിഴുങ്ങുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ നേരെയായിട്ടില്ലയോ? സാധാരണ ജനം എങ്ങനെ തൊലഞ്ഞു പോയാലും വേണ്ടിയില്ല, എങ്ങനെ മരിച്ചു പോയാലും വേണ്ടിയില്ല, എങ്ങനെ ആത്മഹത്യ ചെയ്താലും വേണ്ടിയില്ല, കടക്കണി നിമിത്തം അവന് കുടുംബം വിൽക്കേണ്ടി വന്നാലും ഈ നാട് വിട്ട് ഓടേണ്ടി വന്നാലും അതൊന്നും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരുന്നില്ല. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് എന്താ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയാണ്. വഴിയോരത്ത് നമ്മൾ വാഹനം ഓടുന്നതിന് ടാക്സ് അടച്ച് PWD റോഡുകളുടെ വഴി സൈഡുകളിൽ വാഹനം പാർക്ക് ചെയ്യുന്ന, പണ്ട് ഒരു സംഭവം ഉണ്ടായി. എവിടെ? നമ്മുടെ ബൈപ്പാസിൽ, നമ്മുടെ വലിയ പാലങ്ങളിലൊക്കെ നമ്മുടെ വഴിയോരത്ത് റോഡിലൂടെ പോകുമ്പോൾ ടോൾ പിരിവുണ്ട്. ടോൾ നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാവും പകലും സമരം ചെയ്ത അനേക ആൾക്കാർ, തിങ്ങിപ്പാർക്കുന്ന അനേക ആൾക്കാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. പക്ഷേ എങ്കിൽ ഇപ്പോൾ നടക്കുന്നതോ ടോൾ പിരിവ് അവിടെ വേണ്ട. പക്ഷേ ഈ PWD റോഡിൽ, അതായത് വാഹനം ടാക്സ് അടച്ച് ഇൻഷുറൻസ് ചെയ്ത് വാഹനം ഓടിക്കുന്ന റോഡിൻ്റെ സൈഡിൽ ഒന്ന് വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ 10 രൂപ മുതൽ അടച്ചിരിക്കണോ? അവിടെ 10 രൂപ അവിടെ അടയ്ക്കണം.
KSRTC ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിലോ തമ്പാനൂരിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒരു ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങളിരിക്കുന്ന സീറ്റിൽ നിങ്ങൾ ടിക്കറ്റ് ഓൾറെഡി എടുക്കുന്നുണ്ട്. അതായത് തമ്പാനൂരിന് കയറി നിങ്ങൾ എറണാകുളത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കണം. അത് മാത്രം പോരാ, വീണ്ടും നിങ്ങൾക്ക് നികുതി അതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന സീറ്റ് നിങ്ങൾക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ 10 രൂപ കൂടി അടച്ചിരിക്കണമെന്ന്. ഏത് വിധേനയും ജനങ്ങളെ പിഴുത് അവൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു പറിക്കുന്ന ഈ അമ്മത രാഷ്ട്രീയം, കൊലയുടെയും കൊള്ളിവെപ്പിൻ്റെ ഈ രാഷ്ട്രീയ രീതി മാറ്റി സാധാരണ ജനങ്ങൾ, നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച, എന്നെയും നിങ്ങളെപ്പോലെയുള്ളവർ സാധാരണ ജനം വോട്ട് ചെയ്ത് ജയിപ്പിച്ച സർക്കാരിന് അല്പമെങ്കിലും മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ സാധാരണ ജനത്തെ സംരക്ഷിക്കുന്നതിനാണ് വേണ്ടത്. പണമുള്ളവന് വേറൊരു നിയമം, പണമില്ലാത്തവന് വേറൊരു നിയമം. കഴിഞ്ഞ ദിവസം ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ അടുത്തുള്ളൊരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭർത്താവും മാത്രം ഇവിടെ താമസിക്കുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു KSRTC എംപാനലുകാരൻ ജോലി ചെയ്യുന്നു. അദ്ദേഹം അസഭ്യം പറയുകയും ചീത്ത വിളിക്കുകയും തുണി അഴിച്ച് ആടിയിട്ടും അതിനെതിരെ അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു. കേസ് കൊടുക്കാൻ പോയി. ഞാനും പറഞ്ഞു കൊണ്ട് കേസ് കൊടുക്കുക, നിയമപാലകരവരാണല്ലോ. അവർ 3-4 പ്രാവശ്യമായി കേസ് കൊടുത്തിട്ടും അതിനെതിരെ ഒരു നടപടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് ഈ കേരളത്തിൽ. അതുമാത്രം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ ഏതെല്ലാം രീതിയിൽ ശാരീരികമായി പീഡിപ്പിച്ചിട്ടും അവർക്കെതിരെ ഒരു നടപടി എടുക്കുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് കഴിഞ്ഞത്. ഇപ്പോൾ 18 വയസ്സായി. ഈ സ്കൂൾ ബസ്സുകളിൽ ഒരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോടും ബഹുമാനപ്പെട്ട അധികാരികളോടും എനിക്ക് പറയാൻ, സ്കൂൾ ബസ്സുകളിൽ ഞാനും കണ്ടുകൊണ്ടിരിക്കുക ചീറിപ്പായുകയാണ്. വഴിയുടെ നടുക്ക്, റോഡിൻ്റെ നടുക്ക് കൊണ്ടിടുകയാണ്. ഹോണടിക്കാതെ വളവുകൾ കയറി വരുന്നു. ഏറ്റവും കൂടുതൽ ഓടിക്കുന്ന ചെറുപ്പക്കാരാണ്. അതിനകത്ത് ആയമാരായിട്ട് വനിതകളുമുണ്ട്. അവരെ ഞാൻ ദോഷം പറയുന്നില്ല. അവർ തമ്മിൽ സംസാരിക്കുവാനേ നേരമുള്ളൂ. ഇന്ന് അവരുടെ 2 ഡ്രൈവറിൻ്റെയും അതിനകത്തേക്ക് ആയയുടെയും അശ്രദ്ധ നിമിത്തമാണ് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മുകളിലൂടെ കയറിയിറങ്ങി അത് ചതച്ചരച്ചത്. എന്നിട്ട് അവിടെ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അവനൊരു സസ്പെൻഷൻ അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുക, അതാണോ ചെയ്യേണ്ടത്? ഇന്ന് മനുഷ്യനെ വണ്ടി കൊണ്ടിടിക്കുന്നതിനും കത്തി കൊണ്ട് കുത്തുന്നതിനും കൊല ചെയ്യുന്നതിനും ഇന്ന് കേരളത്തിൽ എവിടെയും എന്തും ചെയ്യാം. കാരണം നിയമത്തെ പേടിക്കേണ്ട കാര്യമില്ലാത്ത അനുഭവമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബസ് മറിഞ്ഞു, സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ ദേഹത്തൂടെ കയറി ആ കുഞ്ഞ് മരിച്ചു. ആ ഡ്രൈവർക്കെതിരെ എന്താ നടപടിയെടുത്ത്? എന്നിട്ട് പറഞ്ഞ് അതിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ ബ്രേക്ക് നഷ്ടപ്പെട്ടെടുത്തിട്ട് ആ മറിഞ്ഞ ബസ് എടുത്തുകൊണ്ട് പോയപ്പോൾ ബ്രേക്കിന് കുഴപ്പമില്ലായിരുന്നല്ലോ. വേറെ ചിലർ പറയുന്നു 4:43 ആക്സിഡൻറ്റ് നടന്നു. 1 മിനിറ്റ് വ്യത്യാസത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഡ്രൈവറുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടെന്ന് പറയുന്നു. ആര് നോക്കാൻ, ആര് കേൾക്കാൻ? പക്ഷേ ഇതൊന്നുമല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച്, ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെടുന്ന പൈസ എടുത്ത് ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ തികയാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ വന്നിട്ട്. നിങ്ങൾ പട്ടിണി കിടന്നാലും വേണ്ടില്ല, നിങ്ങൾ ചത്തുപോയാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് തരേണ്ടത് ഇനി തന്നാൽ മതി. എവിടെ വീടിനും സ്വത്തിനും സ്വന്തം ജീവനും സംരക്ഷണം എവിടെ ഇന്ന് കേരളത്തിൽ കൊടുക്കുന്നു? വളരെ മോശമാണ്. നിങ്ങളെ ജയിപ്പിച്ച ഈ ജനങ്ങളോട് നിങ്ങൾക്കൊരു കടപ്പാടുണ്ട്. നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തിൽ ഇന്ധനമടിക്കുവാൻ പണം തരുന്നത് ഞാനും ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തിലെ സാധാരണക്കാരനുമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് പണം തരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് മുഖേന, അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് മുഖേന, അല്ലെങ്കിൽ വീടിൻ്റെ കരമടച്ചതിലൂടെ, അല്ലെങ്കിൽ വേറെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പണം നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു തരുന്നു. പണ്ട് സർക്കാർ ഓഫീസുകളിൽ സൗജന്യമായി ചെയ്യേണ്ട സേവനങ്ങൾ ഇന്ന് അതിൻ്റെ ഇരട്ടിക്കിരട്ടി പൈസ കൊടുത്ത് അക്ഷയ മുഖേന ചെയ്യേണ്ട ഗതികേടിലാക്കി ഇന്നത്തെ സർക്കാർ. ഞാൻ ഇടതുപക്ഷത്തെ കുറ്റം പറയുന്നതല്ല, ഈ പ്രവണത രീതികളെയാണ് ഞാൻ കുറ്റം പറയുന്നത്. പ്രതിപക്ഷവും മൗനമായിരിക്കുന്നു. വേറെ ആരും, എല്ലാ രാഷ്ട്രീയക്കാരും, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അവരുടെ വ്യക്തിഗത താല്പര്യത്തിന് വേണ്ടി സാധാരണക്കാരൻ്റെ പണമെടുത്ത് ഉപയോഗിക്കുകയാണ്. ഇന്നും വീടില്ലാതെ പട്ടിണി കിടക്കുന്നവർ ഇന്നും കേരളത്തിലുണ്ട്. ഇന്ന് വഴിവിളക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പോയി തിരക്കിയപ്പോൾ അതിന് ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ലൈറ്റ് ഇടാൻ ഫണ്ടില്ല.
റോഡ് വെട്ടിപ്പൊളിഞ്ഞിട്ട് 4 വർഷമായിട്ട് ആലപ്പുറം എന്ന് പറയുന്ന ഈ അടുത്ത് ഞാൻ പോയി കണ്ട ഒരു സ്ഥലമാണ്. അവിടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് 4 വർഷത്തിൽ മേലെയായിട്ടും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് പണിയുവാൻ ഫണ്ടില്ലെന്നാണ് പറയുന്നത്. പഞ്ചായത്ത് റോഡിൻ്റെ ഇരു സൈഡിലായിട്ടും കാട് കയറി അതിനകത്ത് പാമ്പുകൾ ഇഴഞ്ഞിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ വൃത്തിയാക്കുവാൻ ഫണ്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ വഴിവിളക്കിന് ഫണ്ടില്ല. പക്ഷേ മുനിസിപ്പാലിറ്റി, ഞാൻ പറഞ്ഞില്ല, നിയമസഭയുടെ അടുത്തൂടെ യൂണിവേഴ്സിറ്റി അതിലൂടെ കയറി വരുമ്പോൾ നമ്മുടെ നിയമസഭയുടെ ഫ്രണ്ടിൽ വരുന്ന ഒരു പാലത്തിൻ്റെ 2 സൈഡിൽ LED ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടിയാ? പണം ചെലവാക്കുന്നതിന് സർക്കാർ അങ്ങേയറ്റം വിവരക്കേട് കാണിക്കുകയാണ്. സാധാരണക്കാരൻ്റെ പണമെടുത്ത് കഴിക്കുമ്പോൾ ഉപയോഗിക്കുമ്പോഴും അത് തരുന്ന കൈകളെ സംരക്ഷിക്കേണ്ടതിന് പകരം ആ കൈകളെ കൊന്നൊടുക്കുന്ന, ആ കൈകളെ വെട്ടിയെറിയുന്ന ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ രീതികൾ മാറണം. എൻ്റെ വിനീത അഭ്യർത്ഥനയാണ്. പലരും എന്നെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പല വിഷയങ്ങളും ഞാൻ നേരിട്ട് പോയി കാണുന്നുണ്ട്. എനിക്ക് തന്നെ വിഷമം തോന്നുകയാണ്. എനിക്ക് പണമില്ല, ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത് സഹായിച്ചേന്. ചിലർ വീട് വൃത്തിയാക്കുവാൻ പോലും അവരുടെ കയ്യിൽ ഇതില്ല. വീട് ഏത് നിമിഷവും പൊളിഞ്ഞു വീഴത്തക്ക രീതിയിൽ ഇന്ന് കേരളത്തിൽ താമസിക്കുന്നുണ്ട്. അവരെ സംരക്ഷിക്കുവാൻ കഴിയുന്നില്ല. അതൊന്നും സർക്കാരിനില്ല. സർക്കാരിന് വികസനങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയുള്ളൊരു പട്ടിണി കിടന്ന് ചത്തുകൊള്ളട്ടെ. വികസനം ആവശ്യമാണ്, ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ ഈ വലിയ 4 വരി പാതയിലൂടെയൊക്കെ ഓടണമെങ്കിൽ, സ്പീഡിൽ പോകണമെങ്കിൽ സാധാരണക്കാരനെ കൊണ്ട് പറ്റുമോ? അങ്ങനെ അവൻ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് തന്നെ അവൻ്റെ വീട്ടിൽ പെറ്റി വരും 1500 ഓവർ സ്പീഡ് പോയതിന്. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ 4 വരി പാത? റോഡിലൂടെ ഇനി KSRTC വെറും അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് ഭേദം. ബാക്കി ജീവനുണ്ടെങ്കിൽ പിന്നീട് പറയുന്നതായിരിക്കും. ഇതിനു വേണ്ടി നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, അപ്പോൾ ഈ കേൾക്കുന്ന പൊതുജനങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ, മീശയുണ്ടെങ്കിൽ, മീശ വിരിക്കുന്ന ആണാണെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം, നിങ്ങൾക്ക് മറുപടി അയക്കാം, അല്ലെങ്കിൽ എന്നിൽ വിളിച്ച് സംസാരിക്കാം. മൗനമായിരുന്നാൽ പിന്നീട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് പൂരിപ്പിച്ചാൽ മതി. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനിയുമെങ്കിലും നേരെ നല്ലൊരു ശുഭദിനം, നല്ലൊരു സംസ്ഥാനം, നല്ലൊരു ജനങ്ങളെ സംരക്ഷിക്കുന്ന, ജനങ്ങളുടെ ഹൃദയമിടിപ്പ് കണ്ട്, അവൻ്റെ വേദന കണ്ട് അവരെ സംരക്ഷിക്കുന്ന നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്.